പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടും ഗൗരിയമ്മയെ ഇതുവരെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഈ ഫ്ലാറ്റിലേക്ക് ഇത്ര അധികാരത്തോടെ കയറി വരാൻ എന്റെ ഗൗരിയമ്മ അല്ലാതെ പിന്നെ എനിക്ക് ആരാകും? മുത്തശ്ശൻ വിളിക്കണ കേട്ടിട്ട് എന്റെ കൂട്ടുകാർ ഇപ്പൊ എന്നെ ഗൗരിയമ്മേന്നാ വിളിക്കണേ. അത് കൊള്ളാലോ. അല്ല, എന്താ വിശേഷം? ബുദ്ധിമുട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ. വെക്കേഷൻ തുടങ്ങിയില്ലേ, ഞാൻ അമ്മയുടെ വീട്ടിക്ക് പോവാ. ഓ, അപ്പൊ ഞാൻ പിന്നെ ഒറ്റയ്ക്കായി. മുത്തശ്ശൻ വെറുതെ പറഞ്ഞല്ലേ, മോള് പോയിട്ട് വരും. 10 ദിവസം ലീവ് ഉണ്ട്, 5 ദിവസം മാത്രമേ ഞാൻ നിക്കുള്ളൂ. എന്നിട്ട് ഞാൻ വേഗം ഇങ്ങോട്ട് വരും. അത്രേ ഉള്ളൂ, പിന്നെ കുഴപ്പമില്ല. ഗൗരിക്കുട്ടി പോയി വരുമ്പോ മുത്തച്ഛൻ എന്താ കൊണ്ടുവരിക? ആ, ഞാൻ മാങ്ങ കൊണ്ടുവരാം, അവിടെ കുറെ മാങ്ങയുണ്ട്. അത് മതി. അമ്മ വിളിക്കണ്ടെന്ന് തോന്നുന്നു. ആ, അച്ഛൻ വന്നിട്ടുണ്ടാവും, അതായിരിക്കും. അല്ല, മുത്തശ്ശൻ അവിടെ 4-5 മാസമായില്ലേ വന്നിട്ട്, എന്നിട്ട് എന്താ മുത്തശ്ശിയെ കൊണ്ടുവരാത്തെ? ആ ഗൗരി ഇവിടെ ഉണ്ടോ? അങ്കിളിനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബുദ്ധിമുട്ടിക്കുണ്ടോ? ഞങ്ങൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാ. പോയിട്ട് വരാണോ? ശരി. എനിക്കായി മാത്രം വിരിഞ്ഞൊരു ചെമ്പകപ്പൂവല്ലേ നീ എൻ പൊന്നെ, കന്നി നീലാവിൻ്റെ കാന്തിയിൽ വിരിയുന്ന കനകാംബരമല്ലേ നീ എൻ പൊന്നെ, കനകാംബരമല്ലേ നീ എൻ പൊന്നെ. മഴയായി പെയ്തതും കാറ്റായി പുണർന്നതും വെയിലായി വിളിച്ചതും നീ അറിഞ്ഞു. മഴയായി പെയ്തതും കാറ്റായി പുണർന്നതും വെയിലായി വിളിച്ചതും നീ അറിഞ്ഞു. ഒരുപാടുകാലം ഒരു പ്രേമവണ്ടായി നിൻ പിറകെ ഞാൻ അലഞ്ഞതും നീ അറിഞ്ഞു. എൻ പ്രേമ പ്രദക്ഷിണം നീ അറിഞ്ഞു. പ്രേമ പ്രദക്ഷിണം നീ അറിഞ്ഞു. ആയിരമിതളുള്ള അനുരാഗ പുഷ്പത്തിൻ മാലയുമായി തിങ്കൾ കൂട്ടുവന്നു. പട്ടുവീതാനിച്ച ചന്ദനമണമുള്ള ശയ്യയിലരിമുല്ല പൂവിതറി. കാറ്റും നിലാവും കാറ്റും നിലാവും നിൻ പ്രണയത്താൽ മിടിക്കുമി ഹൃദയവും നിന്നെ കാത്തുനിന്നു. എനിക്കായി മാത്രം വിരിഞ്ഞൊരു ചെമ്പകപ്പൂവല്ലേ നീ എൻ പൊന്നെ,
കന്നിനീലാവിൻ്റെ കാന്തിയിൽ വിരിയുന്ന കനകാംബരമല്ലേ നീയൻ പൊന്നേ, കനകാംബരമല്ലേ നീയൻ പൊന്നേ.